ഏവർക്കും സ്നേഹവന്ദനം. ഇപ്പോൾ നടക്കുന്ന മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ ഇറാന്റെ ആണവ പദ്ധതി, ന്യൂക്ലിയർ പ്രോഗ്രാം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടാണ് എല്ലാ നിരീക്ഷകന്മാരും മനസ്സിലാക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല ഇതിൻ്റെ യുദ്ധത്തിൻ്റെ കാരണമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ പ്രശ്നം ചരിത്രം, രാഷ്ട്രീയം, സുരക്ഷ, ആശങ്കകൾ എന്നിവ ചേർന്നുണ്ടായ ഒരു വലിയ പ്രതിസന്ധിയാണെന്നുള്ള മറക്കരുത്. അപ്പം ഞാനിതിനെ വളരെ ലളിതമായിട്ട് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇറാൻ ആണവ ബോംബ് തയ്യാറാക്കുകയാണോ? ഇറാൻ ഔദ്യോഗികമായിട്ട് പറയുന്നത് എന്തെന്നാൽ അവരുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളതാണ്. ഉദാഹരണമായി വൈദ്യുതി ഉൽപ്പാദനം, ശാസ്ത്രീയ ഗവേഷണം തുടങ്ങിയവ. എന്നാൽ നിരവധി രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേലും യുണൈറ്റഡ് സ്റ്റേറ്റ്സും വിശ്വസിക്കുന്നത് ഇറാൻ ആണവ ആയുധം നിർമ്മിക്കാൻ വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്നാണ്. വിദഗ്ധന്മാർ പറയുന്നത് ഇറാൻ 60% വരെ യുറേനിയം സമ്പുഷ്ടീകരണം, യുറേനിയൻ എൻറിച്ച്മെന്റ് നടത്തിയിട്ടുണ്ട്. ഒരു ആണവ ബോംബിന് ഏകദേശം 90% സമ്പുഷ്ടീകരണം ആവശ്യമാണ്. അതിനാൽ ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നത് ഇറാൻ തീരുമാനിച്ചാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ബോംബിനുള്ള ആണവ വസ്തു ഉണ്ടാക്കുവാൻ അവർക്ക് സാധിക്കും എന്ന് തന്നെയാണ്. ഇത് പല രാജ്യങ്ങളിലും വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ഇത് വളരെയധികം ഭീതി പരത്തിയിരിക്കുന്നു. രണ്ടാമതായിട്ട് ഇത് യുദ്ധത്തിലേക്ക് നയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇസ്രായേൽ ഇറാനെ വളരെ വലിയ സുരക്ഷാ ഭീഷണിയായിട്ട് കാണുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇറാൻ ഇസ്രായേൽ ശത്രുത. ഇറാനിലെ ചില നേതാക്കൾ പലപ്പോഴും ഇസ്രായേലിനെതിരെ ശക്തമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 കൊല്ലപ്പെട്ടതായിട്ടുള്ള ആയത്തുള്ള ഖമേനി വളരെ കൃത്യമായി പറഞ്ഞു, ഇസ്രായേൽ ഭൂമുഖത്തുണ്ടാകാതെ വണ്ണം അവരെ നാം തുടച്ചു നീക്കും എന്നുള്ളത്. അപ്പോൾ ഇസ്രായേലിന് ഈ ആണവ ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ അവരെ നിലയ്ക്ക് നിർത്തുക എന്നുള്ള ഉത്തരവാദിത്വം അവരേറ്റെടുത്തതാണ്. രണ്ടാമതായിട്ട് ആണവ ആയുധ ഭീഷണി. ഇറാന് ആണവ ബോംബ് ലഭിച്ചാൽ ഇസ്രായേലിന് അതിനെതിരെ പ്രവർത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇറാന് പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇസ്രായേലിലേക്ക് ഉണ്ടാക്കിയാൽ തിരിച്ചടിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇസ്രായേലിൻ്റെ കൈകാലുകൾ കെട്ടപ്പെടും. അതുകൊണ്ടാണ് ആ ആണവായുധങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ തക്കവണ്ണം ഇപ്പോൾ തന്നെ ഇസ്രായേലും സഖ്യകക്ഷികളും ഒരുമിച്ച് നിൽക്കുന്നത്. മൂന്നാമതായിട്ട് മിഡിൽ ഈസ്റ്റിലെ ശക്തി സമതുലനം. സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാജ്യങ്ങൾക്കും വളരെയധികം ഭയമുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇറാൻ ആണവ ശക്തിയായിട്ട് മാറിയാൽ മിഡിൽ ഈസ്റ്റിൽ അതിന് വലിയ അധികാരം ലഭിക്കും. ഇറാൻ ആയിരിക്കും പിന്നീട് മേൽക്കോയ്മ നടത്തുക. അപ്പോൾ സൗദി അറേബ്യയ്ക്ക് യാതൊരു വിധത്തിലും പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതെയാകും. അത് നമ്മൾ വിസ്മരിച്ചുകൂടാ. മൂന്നാമതായിട്ട് ആണവ വിഷയം മാത്രമല്ല യുദ്ധത്തിൻ്റെ കാരണം. ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിന് മറ്റു ചില പ്രധാന കാരണങ്ങളുണ്ട്. അതിലൊന്ന് മിഡിൽ ഈസ്റ്റിലെ ഇറാൻ്റെ സ്വാധീനമാണ്. ഞാൻ മുൻ വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേട്ട് കാണുമല്ലോ, ഇല്ലെങ്കിൽ നിങ്ങളത് കേൾക്കണം. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവുണ്ടായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഇറാൻ്റെ സ്വാധീനം പല സായുധ സംഘർഷങ്ങൾക്കും പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഹെസ്ബുള്ള ലെബനനിലും, ഹമാസ് ഗാസയിലും, ഹൂത്തി മൂവ്മെന്റ് യമനിലും മറ്റ് പല രാജ്യങ്ങളിലും ഇവരുടെ നിഴൽ യുദ്ധക്കാർ അല്ലെങ്കിൽ പ്രോക്സി വാറിൻ്റെ ആളുകൾ ഇവരെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പല രാജ്യങ്ങളും ഇറാൻ പ്രദേശത്തെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇറാന്റെ ശക്തി അവരുടെ രാജ്യത്ത് മാത്രം ഒതുക്കി നിർത്താനായിട്ടല്ല അവർ ആഗ്രഹിക്കുന്നത്. അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്കും, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിന്റെ മൊത്തത്തിലുള്ള ശക്തി കോട്ടയായിട്ട് മാറണം എന്ന് ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? അവര് ലോകത്തിന്റെ ഒരു പ്രധാന ശക്തിയായിട്ട് മാറുകയും എല്ലാ രാജ്യങ്ങളെയും, ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളെയും തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നവര് കണക്കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമതായിട്ട് ഇതിൻ്റെ ഒരു കാരണം വീക്ഷിച്ചാൽ മിസൈൽ ഡ്രോൺ ശക്തി. ഇറാൻ വലിയ തോതിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വികസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ അടുത്ത സമയത്തെ സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളെയും ലക്ഷ്യമിടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇസ്രായേലിനെ മാത്രമൊന്നുമല്ല, മറ്റുള്ള അറബ് രാജ്യങ്ങളെയും അവരെ നശിപ്പിക്കുന്നതിന് യാതൊരു മടിയും കാണിക്കുകയില്ല. നമുക്കറിയാം സദാം ഹുസൈൻ എങ്ങനെയാണ് കുവൈറ്റിനെ ആക്രമിച്ചതെന്നുള്ളത്. കുവൈറ്റ് എന്ന് പറയുന്ന ചെറിയ രാജ്യത്തെ ഇറാഖ് എന്ന് പറയുന്നതായിട്ടുള്ള വലിയ രാജ്യം ഒരു സുപ്രഭാതത്തിൽ യാതൊരു കാരണവും കൂടാതെ കയറി അറ്റാക്ക് ചെയ്യുകയും അവരുടെ ശക്തി മുഴുവനും ക്ഷയിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം. അന്ന് അമേരിക്കയായിരുന്നു കുവൈറ്റിനെ സഹായിക്കാനായിട്ടുണ്ടായിരുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്,
ഇവിടെ നമ്മുടെ കേരളത്തിൽ അമേരിക്കയും ഇസ്രായേലിനെയും ഒക്കെ ചീത്ത വിളിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിലെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള അറബി നാട്ടിലുള്ള ആളുകൾ ഇസ്രായേലിനെയും അമേരിക്കയും പിന്തുണയ്ക്കുന്നതിനെ കുറിച്ച് കാണാതെ പോകുന്നു? അതിൻ്റെ കാരണം അമേരിക്കയും ഇസ്രായേലുമാണ് മിഡിൽ ഈസ്റ്റിന് സംരക്ഷണം നൽകുന്നതെന്നുള്ളത് അവിടുത്തെ ആളുകൾക്കറിയാം. ഇവിടുത്തുകാർക്ക് അത് ഗ്രഹിക്കാനുള്ള അറിവില്ലായ്മ ധാരാളമുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇനി മൂന്നാമതായിട്ട് ആണവ കരാറിൻ്റെ തകർച്ച. 2015 ഒരു പ്രധാന ആണവ കരാർ ഉണ്ടായിരുന്നു, ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ. ഈ കരാറിൻ്റെ ലക്ഷ്യം അതായിരുന്നു ഇറാൻ ആണവ പദ്ധതി നിയന്ത്രിക്കുക, ഇറാനിലുള്ള ആണവ പദ്ധതിക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരിക, പകരമായി സാമ്പത്തിക ഉപരോധങ്ങൾ കുറയ്ക്കുകയും അവരെ കൂടുതലായിട്ട് മറ്റുള്ള വ്യാപാരങ്ങൾ നടത്തുവാനും കയറ്റുമതി ഇറക്കുമതികൾ നടത്തുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യാം എന്നുള്ളതായിരുന്നു ആ 2015 കരാർ. പക്ഷേ പിന്നീട് ഈ കരാർ തകരുകയും ഉപരോധങ്ങളും സംഘർഷങ്ങളും വീണ്ടും വർദ്ധിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ ഓർത്തെടുക്കണം. നാലാമതായിട്ട് ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൻ്റെ പ്രധാന 3 കാരണങ്ങൾ. അതിലൊന്ന് ഇറാന്റെ ആണവ പദ്ധതി, 2 മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ രാഷ്ട്രീയ സൈനിക സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഇറാന്റെ തത്രപ്പാട്, 3 ഇസ്രായേലിനെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയും തമ്മിലുള്ള ദീർഘകാല രാഷ്ട്രീയ വിരോധം. ഈ 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇപ്പോൾ ഈ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇതിനെ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ പല രാജ്യങ്ങളും ഭയപ്പെടുന്നത് ഈ ഒരു കാര്യമാണ്. ഇറാൻ ആണവ ആയുധം കൈവശം വെച്ചാൽ, ഇറാന്റെ കയ്യിൽ ഏതെങ്കിലും കാരണവശാൽ ഈ ആണവ ആയുധം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ശക്തി കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെയായിത്തീരും. അതുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോഴത്തെ സംഘർഷത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, ഇസ്രായേലിനോടും അമേരിക്കയോടുമുള്ള ഗൾഫ് രാജ്യങ്ങളുടെ അകൽച്ചകൾ പരിഹരിക്കുകയും അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കാൻ തക്കവണ്ണം അമേരിക്കയ്ക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം ചെയ്യുകയും അമേരിക്ക അവരെ സംരക്ഷിക്കാമെന്ന് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. അവിടെ അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള അകൽച്ച കുറയുകയും അവരെ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ അത് മനസ്സിലാക്കാൻ പലർക്കും സാധിക്കാതെ പോകുന്നതുകൊണ്ടാണ് ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ കൂകി വിളിക്കുന്നത്. ഓർത്തുകൊള്ളുക, ഇസ്രായേലും അമേരിക്കയും മിഡിൽ ഈസ്റ്റിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നന്ദി, നമസ്കാരം.